Welcome to Accessible Tech World for the Visually Impaired in Malayalam YouTube channel to empower visually impaired people with computer education. ആക്സസിബിൾ ടെക് വേൾഡ് മലയാളം ഫോർ ദ വിഷ്വലി ഇംപേർഡ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് NVDA അഥവാ നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സസ് എന്ന വിഷ്വലി ഇംപേർഡ് കമ്മ്യൂണിറ്റിയിൽ വളരെ പോപ്പുലറായ സ്ക്രീൻ റീഡറിൻ്റെ സ്ക്രീൻ കർട്ടൻ ഫീച്ചറിനെ കുറിച്ചാണ്. NVDAയുടെ സ്ക്രീൻ കർട്ടൻ ഫീച്ചറിനെ കുറിച്ച് നമ്മൾ മുൻപ് പരിചയപ്പെട്ട NVDA കോൺഫിഗറേഷൻ എന്ന ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫീച്ചറാണ് സ്ക്രീൻ കർട്ടൻ ഫീച്ചർ. വളരെ സർവ്വസാധാരണമായി നമ്മളൊക്കെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഉപയോഗിച്ച് വരുന്ന സ്ക്രീൻ കർട്ടൻ അഥവാ ഡിം സ്ക്രീൻ ഫീച്ചർ നമുക്ക് NVDAയിലും ജാസിലും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ സ്ക്രീൻ കർട്ടൻ ഫീച്ചർ എനേബിൾ ആൻഡ് ഡിസേബിൾ ചെയ്യാം, അതിന് എങ്ങനെ ഒരു ഇൻപുട്ട് ജസ്റ്റർ അപ്ലൈ ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. NVDA സ്ക്രീൻ റീഡറിൻ്റെ സ്ക്രീൻ കർട്ടൻ ഫീച്ചർ പെട്ടെന്ന് ആക്ടിവേറ്റ് ആൻഡ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു ഇൻപുട്ട് ജസ്റ്റർ അഥവാ ഒരു കീ കോമ്പിനേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്റ്റെപ്സാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഇത് നോക്കാം. സ്റ്റെപ്പ് 1, NVDA മെനു ഓപ്പൺ ചെയ്യുന്നു. NVDA മെനു ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഇൻസേർട്ട് ഹോൾഡ് ചെയ്ത ശേഷം N ഫോർ നെയിം N പ്രസ് ചെയ്യുന്നു. ഞാനിവിടെ ഇൻസേർട്ട് ഹോൾഡ് ചെയ്യുന്നു. ശേഷം N ഇംഗ്ലീഷ് ലെറ്റർ N പ്രസ് ചെയ്യാണ്. NVDA മെനു ഓപ്പൺ ആയിട്ടുണ്ട്. ശേഷം പ്രിഫറൻസസ് സബ് മെനു ലഭിക്കുന്നതിനായിട്ട് ഒരു തവണ ഡൗൺ ആരോ കീ പ്രസ് ചെയ്യുന്നു. Preferences sub-menu P. പ്രിഫറൻസസ് സബ് മെനു P ഫോർ പാപ്പ. P ആണ് പ്രിഫറൻസസ് സബ് മെനു എന്നതിൻ്റെ ആക്സസ് കീ. ആക്സസ് കീ എന്താണെന്ന് മുൻ വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചതാണ്. ഇതൊരു സബ് മെനു ആയതുകൊണ്ട് തന്നെ സബ് മെനു ഓപ്പൺ ചെയ്യുന്നതിനായി റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുന്നു. Settings S. ഈ സബ് മെനുവിലെ ഫസ്റ്റ് ഐറ്റം NVDA സെറ്റിംഗ്സ് ആണ്. നമുക്ക് വേണ്ടത് അതല്ല, ഇൻപുട്ട് ജസ്റ്റേഴ്സ് എന്ന ഓപ്ഷനാണ്. ഇൻപുട്ട് ജസ്റ്റേഴ്സ് ലഭിക്കുന്നതിനായി അതിൻ്റെ ആക്സസ് കീ ആയ N ഫോർ നെയിം N പ്രസ് ചെയ്യുന്നു. Input gestures dialog. Tree view. Level 0 Braille collapsed 1 of 24. NVDAയുടെ ഇൻപുട്ട് ജസ്റ്റേഴ്സ് വിൻഡോ ഒരു ട്രീ വ്യൂ മോഡലിലാണ് കാണുന്നത്. ഇവിടെ നിന്ന് വിഷൻ എന്ന കാറ്റഗറി തിരഞ്ഞെടുക്കണം. ഇവിടെ ഒരുപാട് കാറ്റഗറീസ് ലഭ്യമാണ്. ഏറ്റവും അവസാനത്തെ കാറ്റഗറികളിൽ ഒന്നാണ് വിഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ എൻഡ് കീ പ്രസ് ചെയ്യുകയാണ്. Vision collapsed 23 of 24 level 0. വിഷൻ ഇത് ട്രീ വ്യൂ മോഡലിലാണ്. വിഷൻ കൊളാപ്സ്ഡ് എന്നാണ് അനൗൺസ് ചെയ്തത്. ഇൻപുട്ട് ജസ്റ്റർ സെറ്റ് ചെയ്യുന്നതിനായി വിഷൻ എന്ന ഈ കാറ്റഗറി ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അതിനായി റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുന്നു. Expanded 1 items. ഇവിടെ ഒരു ഐറ്റമാണ് ഉള്ളത്. അത് എന്താണെന്ന് നോക്കാം. അതിനായി ഡൗൺ ആരോ കീ പ്രസ് ചെയ്യുന്നു. Level 1 toggles the state of the screen curtain, enable to make the screen black or disable to show the contents of the screen. Pressed once, screen curtain is enabled until you restart NVDA. Pressed twice, screen curtain is enabled until you disable it collapsed 1 of 1. സ്ക്രീൻ കർട്ടൻ ഫീച്ചറിനെ കുറിച്ചാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ്. അതായത് ഇവിടെ ഉള്ളത് സ്ക്രീൻ കർട്ടനുമായി ബന്ധപ്പെട്ട് ജസ്റ്റർ സെറ്റ് ചെയ്യാനുള്ള ഐറ്റമാണ്. നമ്മൾ കഴ്സർ ഇവിടേക്ക് ഫോക്കസ് ചെയ്തതോടുകൂടി ഓട്ടോമാറ്റിക്കലി ഇത് സെലക്റ്റഡ് ആണ്. ഇനി ഇൻപുട്ട് ജസ്റ്റർ സെറ്റ് ചെയ്യുന്നതിനായി ടാബ് കീ പ്രസ് ചെയ്ത് ആഡ് ബട്ടൺ കണ്ടെത്തുക. ഞാൻ ടാബ് കീ പ്രസ് ചെയ്യുന്നു. Add button Alt plus A. ആഡ് ബട്ടൺ ആക്സസ് കീ Alt പ്ലസ് A ഫോർ ആൽഫ. Alt A ആണ് ആഡ് ബട്ടൻ്റെ ആക്സസ് കീ. ഇവിടെ സ്പേസ് ബാർ പ്രസ് ചെയ്യുന്നു. Space pressed unavailable. Tree view level 2 enter input gesture 2 of 2. മറ്റൊരു ട്രീ വ്യൂ വിൻഡോ ആണ്. ഇവിടെ നമുക്ക് ഇൻപുട്ട് ജസ്റ്ററായി സെറ്റ് ചെയ്യേണ്ട കീ കോമ്പിനേഷൻ ടൈപ്പ് ചെയ്യാം. ഇഷ്ടമുള്ള കീ കോമ്പിനേഷൻ നൽകാവുന്നതാണ്. ഞാൻ ഇൻസേർട്ട് +F3 എന്ന കീ കോമ്പിനേഷനാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം
ഈ ഒരു കീ കോമ്പിനേഷൻ NVDAയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ്റെയോ ഹോട്ട് കീ ആയി സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻസേർട്ട് പ്ലസ് F3 എന്ന കമാൻഡാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കീ കോമ്പിനേഷൻ സെറ്റ് ചെയ്യാം. ഇൻസേർട്ട് പ്ലസ് ഏത് കീ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഞാൻ ഇൻസേർട്ട് പ്ലസ് F3 സെറ്റ് ചെയ്യുന്നു. ഇൻസേർട്ട് ഹോൾഡ് ചെയ്ത ശേഷം F3 പ്രസ് ചെയ്യുകയാണ്. Context menu. ഇപ്പോൾ ഇവിടെ കോണ്ടെക്സ്റ്റ് മെനു എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് എസ്കേപ്പ് പ്രസ് ചെയ്യുന്നു. Input gestures dialog. Tree view. NVDA plus F3. Desktop keyboard. 2 of 2 level 2. ഇപ്പോൾ ഇവിടെ ഒരു കീബോർഡ് ഇൻപുട്ട് ജസ്റ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശേഷം ടാബ് കീ പ്രസ് ചെയ്ത് OK ബട്ടൺ കണ്ടെത്തി എൻ്റർ ചെയ്യുക. Remove button Alt plus R. റിമൂവ് ബട്ടൺ, വീണ്ടും ടാബ്. Reset to factory defaults button Alt plus D. റീസെറ്റ് ടു ഫാക്ടറി ഡിഫോൾട്ട് ടാബ്. OK button. OK ബട്ടൺ. ഇവിടെ എൻ്റർ അല്ലെങ്കിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യാം. ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. Desktop list. നമ്മൾ തിരികെ ഡെസ്ക്ടോപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്രയുമാണ് NVDA സ്ക്രീൻ കർട്ടൻ ഫീച്ചറിന് ഇൻപുട്ട് ജസ്റ്റർ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. സ്റ്റെപ്പ് ഒരിക്കൽ കൂടി പറയാം. സ്റ്റെപ്പ് 1, ഓപ്പൺ NVDA മെനു. അതിനായി ഇൻസേർട്ട് N ഫോർ നെയിം. ദെൻ പ്രിഫറൻസസ് സബ് മെനു കിട്ടുന്നതിനായി P ഫോർ പപ്പ അല്ലെങ്കിൽ ജസ്റ്റ് ഡൗൺ ആരോ പ്രസ് ചെയ്യുക. സബ് മെനു ഓപ്പൺ ചെയ്യുന്നതിനായി റൈറ്റ് ആരോ പ്രസ് ചെയ്യുക. സ്റ്റെപ്പ് 3, ഇൻപുട്ട് ജസ്റ്റേഴ്സ് എന്ന വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിനായി N ഫോർ നെയിം. ഇൻപുട്ട് ജസ്റ്റേഴ്സിൻ്റെ ആക്സസ് കീ ആണ് N പ്രസ് ചെയ്യുന്നതോടുകൂടി ഇൻപുട്ട് ജസ്റ്റർ വിൻഡോ ഒരു ട്രിവ്യൂ മോഡലിൽ പ്രത്യക്ഷപ്പെടും. ശേഷം അവസാനത്തെ ഐറ്റമായ വിഷൻ എന്ന കാറ്റഗറി തിരഞ്ഞെടുക്കുക. ഇതിനായി ഡൗൺ ആരോ കീ ഉപയോഗിക്കാം അല്ലെങ്കിൽ കീബോർഡിലെ എൻഡ് കീ ഉപയോഗിക്കാം. വിഷൻ എന്നതും ഒരു ട്രിവ്യൂ മോഡലാണ്. അത് ഓപ്പൺ ചെയ്യുന്നതിനായി റൈറ്റ് ആരോ പ്രസ് ചെയ്യുക. സ്റ്റെപ്പ് 4, റൈറ്റ് ആരോ പ്രസ് ചെയ്ത ശേഷം ഡൗൺ ആരോ പ്രസ് ചെയ്ത് സ്ക്രീൻ കർട്ടൻ ഇൻപുട്ട് ജസ്റ്റർ ഐറ്റം സെലക്ട് ചെയ്യുക. സ്റ്റെപ്പ് 5, ടാബ് കീ പ്രസ് ചെയ്ത് ആഡ് ബട്ടൺ പ്രസ് ചെയ്യുക. സ്റ്റെപ്പ് 6, ഇഷ്ടമുള്ള കീ കോമ്പിനേഷൻ ഇൻസേർട്ട് ഹോൾഡ് ചെയ്ത ശേഷം ഇഷ്ടമുള്ള കീ പ്രസ് ചെയ്യുക. നമ്മൾ നൽകുന്ന ഈ ഒരു കീ ആയിരിക്കും NVDAയുടെ സ്ക്രീൻ കർട്ടൻ ഇൻപുട്ട് ജസ്റ്ററായി വർക്ക് ചെയ്യുന്നത്. ശേഷം ടാബ് കീ പ്രസ് ചെയ്ത് OK ബട്ടൺ പ്രസ് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് തിരിച്ചെത്താവുന്നതാണ്. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത ജസ്റ്റർ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ കൊടുത്തിരുന്ന ജസ്റ്റർ ഇൻസേർട്ട് പ്ലസ് F3 എന്ന കീ കോമ്പിനേഷനാണ്. ഇത് പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണുള്ളത്. ഇൻസേർട്ട് F3 പ്രസ് ചെയ്യുന്നു. Temporary screen curtain enabled until next restart. ഇതാണ് ഇൻസേർട്ട് ഹോൾഡ് ചെയ്ത ശേഷം ഒരു തവണ F3 പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ടെമ്പററിലി ബ്ലാക്ക് ആയിട്ടുണ്ടാവും. ഇവിടെ ഒരു ഡയലോഗ് കേട്ടിരുന്നു, ടെമ്പററിലി സ്ക്രീൻ കർട്ടൻ എനേബിൾ അൺടിൽ നെക്സ്റ്റ് റീസ്റ്റാർട്ട്. അതായത് നമ്മൾ NVDA ക്വിറ്റ് ചെയ്ത ശേഷം വീണ്ടും ഓൺ ചെയ്യുകയോ അതല്ല NVDA റീസ്റ്റാർട്ട് ചെയ്യുകയോ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത ശേഷം വീണ്ടും ഓൺ ചെയ്യുകയോ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്താൽ നമ്മളിപ്പോൾ എനേബിൾ ആക്കിയ സ്ക്രീൻ കർട്ടൻ ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആവും. ഒരിക്കൽ കൂടി ഞാൻ ഇൻസേർട്ട് F3 പ്രസ് ചെയ്യുന്നു. Screen curtain disabled. സ്ക്രീൻ കർട്ടൻ ഡിസേബിൾഡ്. അതായത് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും. ഇൻസേർട്ട് ഹോൾഡ് ചെയ്ത ശേഷം F3 ഒരു തവണ പ്രസ് ചെയ്താൽ ടെമ്പററിലി സ്ക്രീൻ കർട്ടൻ എനേബിൾ, വീണ്ടും പ്രസ് ചെയ്താൽ ഡിസേബിൾ. ഇനി ഇൻസേർട്ട് ഹോൾഡ് ചെയ്ത ശേഷം പെട്ടെന്ന് F3 രണ്ട് തവണ പ്രസ് ചെയ്താൽ Screen curtain enabled. സ്ക്രീൻ കർട്ടൻ എനേബിൾഡ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ പരിചയപ്പെട്ടത് ടെമ്പററിലി എനേബിൾഡ് എന്നാണ്, അതായത് NVDAയുടെ നെക്സ്റ്റ് റീസ്റ്റാർട്ട് വരെ. എന്നാൽ ഇൻസേർട്ട് ഹോൾഡ് ചെയ്ത ശേഷം F3 രണ്ട് തവണ പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീൻ കർട്ടൻ എനേബിൾഡ് എന്ന് മാത്രമായിരിക്കും അനൗൺസ് ചെയ്യുക. അതായത് നമ്മൾ ഈ സ്ക്രീൻ കർട്ടൻ ഡിസേബിൾ ചെയ്യുന്നത് വരെ സ്ക്രീൻ ബ്ലാക്ക് ആയിരിക്കും. സ്ക്രീനിലെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. ഇനി സ്ക്രീൻ കർട്ടൻ ഡിസേബിൾ ചെയ്യുന്നതിനായി മുൻപ് ചെയ്തതുപോലെ തന്നെ ഇൻസേർട്ട് ഹോൾഡ് ചെയ്ത ശേഷം F3 ചുമ്മാ പ്രസ് ചെയ്താൽ മതിയാവും. Screen curtain disabled. സ്ക്രീൻ കർട്ടൻ ഡിസേബിൾഡ്. ഇൻസേർട്ട് ഹോൾഡ് ചെയ്ത ശേഷം ഒരു തവണ F3 പ്രസ് ചെയ്താൽ
സ്ക്രീൻ കർട്ടൻ ടെമ്പററിലി എനേബിൾ. 2 തവണ പെട്ടെന്ന് പ്രസ് ചെയ്താൽ സ്ക്രീൻ കർട്ടൻ പെർമനൻ്റ്ലി എനേബിൾ അല്ലെങ്കിൽ സ്ക്രീൻ കർട്ടൻ എനേബിൾഡ് എന്ന് മാത്രം അനൗൺസ് ചെയ്യും. സ്ക്രീൻ കർട്ടൻ ടെമ്പററിലി എനേബിൾ ആക്കിയാലും പെർമനൻ്റ്ലി എനേബിൾ ആക്കിയാലും വീണ്ടും ഇൻസേർട്ട് F3 പ്രസ് ചെയ്താൽ ഡിസേബിൾ ആവും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്ക്രീൻ കർട്ടൻ ഫീച്ചർ ഉപയോഗിക്കാൻ കഴിയും. വളരെ ഉപകാരപ്രദമുള്ളൊരു ഫീച്ചറാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും പാസ്വേഡ് അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ അത് മറ്റൊരാൾ കാണാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കർട്ടൻ ഫീച്ചർ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇത്രയുമാണ് ഇന്നത്തെ ഭാഗത്ത് നമുക്ക് പരിചയപ്പെടാനുള്ളത്. താങ്ക് യു. Hi there. Thanks for watching. If you liked the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.